നമസ്കാരം. വി ലവ് സിനിമയുടെ ആദ്യത്തെ ന്യൂ ഇയർ ആണ്. കഴിഞ്ഞ 5 മാസക്കാലം കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ കണ്ട് ഞങ്ങളെ അഭിനന്ദിക്കുകയും ഞങ്ങളുടെ പ്രോഗ്രാം ഷെയർ ചെയ്യുകയും കമന്റുകൾ അയക്കുകയും സപ്പോർട്ടും ചെയ്ത എല്ലാവർക്കും വി ലവ് സിനിമയുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. നേര് 60 കോടി ക്ലബിലേക്ക് കടക്കുകയാണ്. നേരെന്ന് സിനിമയുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നേരെന്ന ചിത്രം റിലീസ് ചെയ്ത ദിവസം തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ ചിത്രം 50 കോടി കടക്കുമെന്ന്. പക്ഷെ ഇന്നിതാ 13 ദിവസം കൊണ്ട് ഈ ചിത്രം 60 കോടിയിലേക്ക് കടക്കുന്നു. അതിന് കാരണം മോഹൻലാൽ എന്ന മഹാനടന്റെ മാജിക്കൽ പവർ തന്നെയാണ്. എത്രയെത്ര പരാജയങ്ങൾ തുടർച്ചയായി ഉണ്ടായാലും മോഹൻലാൽ എന്ന നടന്റെ ആരാധകർക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാർക്കറ്റിനോ ഒരു കുറവും വരില്ല എന്ന സത്യവും ഞങ്ങൾ വി ലവ് സിനിമയുടെ ഒരു പ്രോഗ്രാമിൽ നിങ്ങളോടൊപ്പം പങ്കുവച്ചിരുന്നു. ഇതാ നേരെന്ന ചിത്രം മോഹൻലാൽ എന്ന പ്രതിഭയുടെ മാർക്കറ്റ് ഒരിക്കൽ കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് മോഹൻലാലും മമ്മൂട്ടിയും എന്ന 2 താരരാജാക്കന്മാരുടെ പ്രത്യേകതയും. ഇവർ രണ്ടുപേരും തുടർച്ചയായ പരാജയങ്ങൾ ഉണ്ടായാലും ഒരു സൂപ്പർ ഹിറ്റ് സിനിമ മതി തിയേറ്ററുകളെ ജനസമുദ്രമാക്കാൻ. വർഷങ്ങളായി അയാൾ പ്രാക്ടീസ് പോലും ചെയ്യുന്നില്ല. ഒരു ട്രയലൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് മലയാളത്തിലെ 2 സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പ്രത്യേകത. തുടർച്ചയായി ചെറിയ ചെറിയ പരാജയങ്ങൾ എത്ര ഉണ്ടായാലും ഒരു ചിത്രത്തിന്റെ നല്ല അഭിപ്രായം മതി തിയേറ്ററുകളെ ജനസമുദ്രമാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് സിനിമാ നിരൂപകരും പ്രേക്ഷകരും ഒന്നടങ്കം പറയുന്നത് ഇവർ രണ്ടുപേരും മലയാള സിനിമയുടെ നട്ടെല്ലാണ് എന്ന്. നേരിന്റെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. അഭിപ്രായം വന്നതോടുകൂടി ഒരു ഷോയ്ക്ക് പോലും പ്രേക്ഷകന് തിയേറ്ററുകളിൽ അടുക്കാൻ വയ്യാത്ത സ്ഥിതി തന്നെയാണ്. ഹൗസ്ഫുൾ ഷോകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് തിയേറ്ററുകളിൽ. 1-ാം ദിവസത്തെ ഈ ചിത്രത്തിന്റെ കളക്ഷൻ 2 കോടി 80 ലക്ഷം, 2-ാം ദിവസം 2 കോടി 10 ലക്ഷം, 3 കോടി 6 ലക്ഷമാണ് 3-ാം ദിവസത്തെ കളക്ഷൻ. 4-ാം ദിവസം 3 കോടി 60 ലക്ഷം, 5-ാം ദിവസവും 4 കോടിയോട് അടുത്ത്, 6-ാം ദിവസം 3 കോടി 27 ലക്ഷം, 2 കോടി 70 ലക്ഷമാണ് 7-ാം ദിവസത്തെ കളക്ഷൻ. ഇങ്ങനെ പോകുന്നു നേരിന്റെ കളക്ഷൻ. 13 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ഹിറ്റ് ചിത്രം നേടിയത് 26 കോടി രൂപയാണ്. ഇതിനു പുറമെ കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ, ചെന്നൈ, ബോംബെ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെയും വേൾഡ് വൈഡ് കളക്ഷനും നമുക്ക് പരിശോധിക്കാം. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ചിത്രം നേടിയത് 9 കോടി രൂപയാണ്. ഇന്ത്യക്ക് പുറത്ത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ ചിത്രം നേടിയത് 22 കോടിയിലധികം രൂപ. വിദേശ രാജ്യങ്ങളിൽ ഈ ചിത്രം കാണാൻ പ്രേക്ഷകരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ വേൾഡ് വൈഡായി ആകെ ഈ ചിത്രം നേടിയിരിക്കുന്നത് 57 കോടിയിലധികം രൂപയുടെ കളക്ഷൻ റെക്കോർഡാണ്. വർഷങ്ങളായി ഞാനൊരു ട്രയൽ അറ്റൻഡ് ചെയ്തിട്ട് ഐ ലോസ്റ്റ് ദാറ്റ് ടച്ച്. ഐ ആം നോട്ട് കോൺഫിഡന്റ് എനിമോർ. ഇനി നമുക്ക് നേരെന്ന ചിത്രത്തിന്റെ ഷോ ലിസ്റ്റ് പരിശോധിക്കാം. കൊച്ചിയിൽ മാത്രം 150-ലധികം ഷോകളാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 100-ലധികം ഷോകൾ, 60-ലധികം ഷോകളാണ് കോഴിക്കോടുള്ളത്. തൃശൂർ 40-ലധികം ഷോകൾ, കൊല്ലത്തും ആലപ്പുഴയിലും 30-ലധികം ഷോകൾ. ഇതാണ് നേരിന്റെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഷോയുടെ കണക്ക്. നിരന്തരം സൂപ്പർ ഹിറ്റ് സിനിമകൾ മാത്രം സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ജിത്തു ജോസഫ്, മോഹൻലാൽ കൂട്ടുകെട്ടിൽ നിന്നും ഇനിയും സൂപ്പർ ഹിറ്റ് സിനിമകൾ ഉണ്ടാകട്ടെ. അത് സിനിമാ വ്യവസായത്തിന് കരുത്താകട്ടെ. അതിലൂടെ സിനിമാ വ്യവസായം തഴച്ചു വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.